റോഡ് സൈഡല്ലേ? ഇത് റോഡ് സൈഡല്ലേ? കുറച്ചൊരു മര്യാദ കാണിക്കാം. അല്ല റോഡ് സൈഡിൽ ഇടാ, നാട്ടുകാരല്ല ആൾക്കാരല്ലേ പേടിക്കാല്. റോട്ട് മതി പരിപാടിയല്ലേ? പിന്നെ നമ്മള് റോഡ് നമ്മളിങ്ങനത്തെ പരിപാടിക്ക് അല്ല നമ്മളിത് സാധാരണ കാണില്ല പോകുമ്പോ നമ്മള് കൊറേ റീലെല്ലാം കണ്ടതാ. നമ്മളിങ്ങനത്തെ പരിപാടി ആടെയും കണ്ടിട്ടൊന്നുമില്ല. നാട്ടു റോഡ് വന്ന് ആടെ പീടിയുണ്ട്, അപ്പോഴോ വീടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കുറെ എല്ലാം ഇടയ്ക്ക്. സംഭവം എന്നാ അതിന്റെ വീട്ടുകാരനാ നീ പറ. വീട്ടുകാർ എനിക്ക് മര്യാദ ചോദിച്ചാൽ മര്യാദ പറഞ്ഞൂടാ? നാട്ടിൽ പോയിട്ട് വർത്താനം മര്യാദ പറഞ്ഞൂടാ? മര്യാദ പറഞ്ഞൂടാ? നമ്മളെന്നാ മര്യാദ കാണിക്കല്ലേ? നമ്മളെന്നാ കണ്ടേ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരോ? എന്നാ കണ്ടേ നമ്മള് അഗ്ഗി എന്നല്ലാണ്ടേ? നമ്മള് റീൽസ് എടുക്കും. നടറോട്ട് ഞാൻ റീൽസ് എടുക്കും. നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനത്തെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ പിന്നെ റോട്ടും വന്ന് ഇതും കാണിച്ചിട്ട് റോട്ടും വന്ന് ഇതെന്താ അല്ല ഇതെന്താ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. എന്റെ വീട്ടില് ആരെല്ലാം അച്ഛനും അമ്മയും ഒന്നുമില്ല, എല്ലാരും ഉണ്ടാ? വേറെ അറിഞ്ഞിട്ട് ഈ പരിപാടി നമുക്ക് ഒരു തെറ്റും തോന്നിയില്ലേ? എന്താ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇവിടുന്ന് ചെയ്യരെന്ന് പറയാം. പക്ഷെ ഫസ്റ്റ് തന്നെ നമുക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മള് പുറക്കുള്ള പിള്ളേർ ഇങ്ങനെ പണിക്ക് റോഡ് പോയിട്ട് ഒന്നും ഇല്ല. റീലെടുക്കുന്നത് അല്ലാണ്ട് റോഡുമ്പോൾ നമ്മൾ വെറുതെ ഇതാക്കുന്നില്ല. റീലെടുക്കുക നിങ്ങൾ സിനിമ കാണൂലേ? ഇങ്ങോട്ട് പറയുന്നില്ലേ? റോഡ് പണി ഫസ്റ്റ് ഇങ്ങക്ക് പറയാം. ഇതേ ഇവിടെ നിങ്ങൾക്ക് അത് മാന്യത. അതുപോലെ എനിക്ക് ഞാൻ പറയുന്നത് അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഇനി പറ പൊയിലു റെഡിയാന്ന് പൊയിലു നമുക്ക് അറിയാത്തതാണെന്നല്ല. നീ പൊയിലു റെഡിയാന്ന് പറ. അല്ല നമുക്ക് നോക്കാലോ. അല്ല നീ പോല അത് പറഞ്ഞിട്ട് പോയാ മതി. പൊയിലു റെഡിയാന്ന് പറ. നീ പറ പൊയിലു റെഡിയാന്ന് പറ. നീ പൊയിലു ഒരു കാര്യം നമ്മള് പബ്ലിക്കിൽ വന്നിട്ട് ഒരു പബ്ലിക്കാണ്. നമ്മൾ എത്ര ആളുണ്ട് ഇത്ര ആൾക്കാരായിരിക്കും നമ്മളെ മുന്നിൽ ഹഗ്ഗിയാന്ന് പറഞ്ഞാല് ഇത് തെറ്റന്നെയാ. ഇവിടെ ഇപ്പൊ വേറെന്തെങ്കിലും എനിക്ക് വേറെ എവിടെയും പോകാനായിട്ടുണ്ടോ? ഏത് കൊല്ലത്തിലാണ് ജീവിക്കുന്നത്? ഞാൻ നമ്മളെ നാട്ടിൽ 2019 ഈ സിനിമയിലല്ലാത്തതൊന്നും ഇവിടെ മാറ്റർ അല്ല. കേറിയാന്നല്ല നമ്മളെ വിഷയം. നമ്മളിവിടെ നടന്നതാണ് വിഷയം. ഇതെന്തോ സിനിമയിലോ ഏടിയോന്ന് വെച്ചാൽ നമ്മളിവിടെ നടന്ന സംഭവത്തില്ല നമ്മൾ ചോദിക്കുന്നത്. വേറെ ഒന്നല്ല നമ്മൾ ചോദിക്കുന്നത്. അത് പറഞ്ഞിട്ട് തീരുമാനാക്കിട്ട് പോയാൽ മതി. അതുകൊണ്ട് തീരുമാനാക്കിട്ട് പോയി. എന്താ തമാശ കളിയാ? വീഡിയോ എടുക്കുന്ന ഇത്ര വലിയ തെറ്റാ ഇവിടെ ഈ നാട്ടില്? ഈ നാട്ടിൽ എടുക്കുമ്പോ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇങ്ങനത്തെ വീഡിയോ തന്നെ എടുക്കല് മുമ്പേ ഉള്ള നമ്മളെ
ഇതാട്ടോ നമ്മള് വെറുതെ ഒന്നുമില്ല നിങ്ങള് ഒട്ടുമല്ല നിന്നിട്ട് ഇനി നമ്മളെ നാട്ടിൽ ഈ പരിപാടി നടക്കൂല. അല്ല അതിങ്ങോട്ട് ഫസ്റ്റ് പറയാം. ഒരു തെറ്റുമില്ല. കണ്ടോണ്ടാണല്ലോ ചോദിച്ചത്. നീ ആടെ നേരം പറഞ്ഞ ആടെ നിന്നിട്ട് പറയാം മക്കളെ ഇവിടെ നിങ്ങൾക്ക് പരിപാടി നടക്കൂല, ഒന്ന് നിങ്ങൾ വേറെ സ്ഥലത്ത് എടുത്തോളൂ. നമ്മള് മൂന്നാളല്ലേ. അല്ല അത് അതല്ല അതിന്റെ ഒരു ശരി നമ്മള് മാത്രം നമ്മള് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നിങ്ങളെ കേസ് കൊടുത്താൽ അതിനാ വീഡിയോ എടുക്കുന്നുണ്ട്. വലിയ കേസ് നമ്മളും എടുക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നുണ്ട്. മോളകത്ത് ഞാൻ വേണ്ടേ നാളെ പറയും അങ്ങനെ എടുക്കുന്നുണ്ട്, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് ഞാൻ മോശമായിട്ട് തന്നെ പറയും. നമ്മളെ വീട്ടിലെ പെമ്പിളാർ പണിക്കൊക്കെ ഞാൻ പറയട്ടെ, കേരളത്തിൽ എത്ര പെമ്പിളർ വീഡിയോ നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലം ഇഞ്ചി അവിടെ പോയില്ലാന്ന് ഇന്ത്യയുടെ അക്കൗണ്ട് ഇല്ല. ആ 2 സ്ഥലമുണ്ട് ഇവിടെ വന്നിട്ട് എടുക്കണമെന്നല്ലേ പറയുന്നുള്ളൂ. അതിനൊരു മാനം വീഡിയോ എടുക്കുന്ന മതി. അല്ല അതൊന്നും വേണ്ട, അങ്ങനത്തെ ഇതൊന്നും വേണ്ട. അത് നമ്മളെ ഇത് ഇഷ്ടം. ഒന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ കാര്യം പറഞ്ഞു. അല്ല അങ്ങനെ വിടല്ല. ഓ റോങ് പറഞ്ഞിട്ട് പോയല്ലേ. ഇന്റെ പേരെന്ന് പറഞ്ഞു. ഇന്റെ പേരെന്ന് പറഞ്ഞു. ഇന്റെ പേരെന്ന് പറഞ്ഞു. എന്റെ പേരിൽ എന്തിനാ അറിയും നിങ്ങള്? നിന്റെ പേര് ചിരിക്കാൻ എനിക്ക് ചിരിക്കാൻ വരുന്നോണ്ട് അവിടെ ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് പോയി പിള്ളേർക്ക് ഫോട്ടോ എടുക്കാനാ ഒരാളെ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു മാന്യതയും പ്രതീക്ഷിക്കണ്ട. ഇനി ഇത്ര നേരം ഇവിടെ ഇരുന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്ര നേരം അവിടെ എടുക്കുന്ന നേരം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മള് പോന്നല്ലേ തീരുമാനാക്കിട്ട് പോയാൽ നിങ്ങള് സ്ഥലം പറ. ആദ്യം കൊല്ലൂർ റെഡിയാന്ന് പറയും. റേഡിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. കൊല്ലൂർ റെഡിയാന്ന് പറ. പോയില് റെഡിയാന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ആ പ്രശ്നമുണ്ട്. എല്ലാം ദേഷ്യം വരുന്നുണ്ട്. പോയാ ധൈര്യം തൊട്ടോക്കടാ, ധൈര്യം തൊട്ടോ കണ്ണ തൊട്ടിട്ടാടാ. ഹലോ ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഇതിങ്ങനെ വിട്ടാ പറ്റുകയേ ഇല്ല. കേസ് കൊടുക്ക്. എന്ത് വേണമെങ്കിലും ബാക്കി സ്റ്റേഷനിൽ കാണാം. ഈ സ്റ്റേഷനിൽ മലമാരിക്കുന്നത് നാട്ടിൽ വന്നിട്ട് മറ്റേ നിയമങ്ങളുണ്ട്, വെറുതെ നിയമമല്ല. എന്ത് നിയമോ? ഞാനല്ല നിങ്ങൾ തൊടാൻ പറഞ്ഞില്ല. ഞാൻ തൊട്ടേ തൊട്ടോക്കുന്നല്ല പറഞ്ഞേ. ഞാനും തൊട്ട്, ഞാനങ്ങനെ തൊട്ടല്ലേ എല്ലാരും. നാട്ടിൽ വന്നിട്ട് മറ്റേ പരിപാടിക്ക് വെച്ചിട്ട് തോന്നിയാ ഇവിടെ നാട്ടില് മാത്രോ നമ്മൾ ഈ നാട്ടിൽ നട്ടാ വീഡിയോ എടുക്കുന്ന എത്ര നാട്ടിൽ വീഡിയോ എടുക്കുന്ന നമ്മളിവിടെ നടന്ന കാര്യം പറഞ്ഞു. അല്ലാണ്ട് പോന്നല്ലേ പോയപ്പോ പോണ്ട. അല്ല ചെവിക്കും കണ്ടൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കണ്ടോണ്ട് തന്നെ ഇപ്പം തന്നെ പറഞ്ഞു. പ്രശ്നം ഞാൻ തന്നെ പറഞ്ഞേ. ഒരു തെറ്റുമില്ല. പിന്നെ റോഡ് വന്ന് മറ്റേ പണിക്കുന്ന പിന്നെ ലോഡ്ജിൽ ലോഡി തന്നെ വേറെ നമ്മള് പണിക്ക് റോഡ് പോയിട്ട് അതന്നെ നീ മറ്റേ ഞാൻ പറിക്കുന്ന ഇറങ്ങി വിട്ടതാ. ഏട്ടനാണോ നോക്കണേ. നമ്മൾ നാട്ടിലെ മനുഷ്യൻ പറഞ്ഞേ. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും കളിച്ചോ വീടിന് കളിക്കണ്ട. പോയി വീടിന് കടക്കോ ബയലൂരിന്റോ എന്തെങ്കിലും ആയിക്കോ. എടാ നിങ്ങള് ഒരു കാര്യം ചെയ്യും. നിങ്ങളെ നാട്ടിൽ സ്ഥലം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലോഡ്ജിലോ എവിടെയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ പോലീസിനോ പട്ടാളത്തിന് ആരാച്ച് വിളിക്കും. ലോഡ്ജിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും. അങ്ങോട്ട് പോടി. നിങ്ങൾ ലോഡ്ജിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും. അങ്ങോട്ട് പോടി. ഇവിടെ നിന്നിട്ട് റോഡ് മേലെ നിന്നിട്ട് മറ്റേ പണിക്ക് നിൽക്കുകയും ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് മറ്റേ പണിക്ക് നിൽക്കുകയും ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഇതാ മറ്റേതാ എന്റെ അടുത്തുണ്ട്.
നിങ്ങള് പോലീസിനെ പട്ടാളത്തിന് ആരോ ചോദിച്ചു അതൊന്നും പ്രശ്നമില്ല. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങള് റോട്ടും വന്നു മറ്റേ പണിക്ക് വേണ്ടിയിട്ട് എടോ, ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഇനി ഈ വീഡിയോ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ അടുത്ത് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളല്ല, അല്ലാണ്ട് നമ്മളില്ലാത്ത മനുഷ്യന്മാരൊന്നല്ല. ഏടിയാന്ന് വെച്ചിട്ട് ഇനി സ്ഥലം പറഞ്ഞു പേടിപ്പിക്കുന്നത് നിന്റെ പേര് എന്താ? നമ്മളെ ഏരിയ നമ്മളെ റോഡും ഈ പേര് പറഞ്ഞത് പേര് പറയണ്ട. നിങ്ങൾ നമ്മളെ റീല് കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ. നമുക്ക് റീലാണ്. ഞങ്ങൾക്ക് പണിക്ക് പോയിട്ട് പരിപാടി ഉണ്ട്. പിന്നെ എന്നിട്ട് നിങ്ങൾ ഇത് എടുക്കുന്നത് നമുക്ക് തെളിവാണ്ടേ? കയറി പിടിച്ചിട്ടുണ്ട് ബോക്സ് കേസെല്ലാം കൊടുത്ത് നമുക്ക് വർക്കാരനെ നമ്മളെ വർക്കാരനെ തെളിവുണ്ട് നമ്മളാണ്ട്. പിന്നെ നമ്മൾ വിളിക്കേണ്ട ആവശ്യം മറ്റേതാക്കി നമുക്ക് വർക്കായിരുന്നു കണ്ടല്ലേ. എന്താ നീ അത് ഇന്റെ സ്ഥലടിയാ പേരും പറ എന്നിട്ട് ഇനി പോവോ പേര് കണ്ട കാത്തി അന്ന് പറ പറഞ്ഞു നീ പറ. അയച്ചു കൊടുക്കും. ഇത് കട്ടിയില്ല ഇത് കട്ടി ചെയ്യില്ല. ഇന്റെ ഗുണം മാറുന്ന ഒരു കട്ടിയും സൗകര്യം എന്നെ തന്നെ ആ ഇങ്ങനെ തന്നെ ആയില്ല ഇന്റെ ഗുണം മാറുന്ന നല്ലോണം കിട്ടുന്നത്. കേട്ടിട്ടുണ്ട് ആവശ്യം നമുക്ക് ഉണ്ടോ? ആ കേട്ടിക്കണ നീ ഇന്റെ സ്ഥലം എവിടെയാന്ന് പറ കറക്റ്റ് ഒരു സ്ഥലം അറിയൂല. അത് പറഞ്ഞിട്ട് ഇനി പോയാ മതി. ഏടുന്നാടോ ഓരോന്നെല്ലാം വരുന്നേ അല്ലേ നാടിനെ പറയിപ്പിക്കാനായി നാട്ടിലെ പറയിപ്പിക്കേ അല്ല പോയി എന്തെങ്കിലും കളിച്ചോറോ ഇതിന് ഇങ്ങ് വന്ന് കളിക്കോ നിക്കുന്നത് വന്നിട്ട് വെറുതെ. അത് തീരുമാനാക്കിട്ട് വാ പറ എന്നിട്ട് പോട്. നീ പൊയിലൂർ എവിടെയാന്ന് പറ. പൊയിലൂർ എവിടെയാന്ന് പറ. പൊയിലൂർ എവിടെയാന്ന് പറ. പൊയിലൂർ എവിടെയാന്ന് പറ. നീ പറ. ഇനി മറ്റേ വീഡിയോ അതോടോ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കും. നമ്മള് നമ്മുടെ ഇഷ്ടം പോലെ ഇന്നാണ് മല്ലാക്കുന്നേ നീ പറഞ്ഞു തോന്നുന്നുണ്ടോ? ലോഡ് ചെന്ന് പറഞ്ഞോട് എനിക്ക് ദേഷ്യം. ആ ലോഡ് ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന ലോഡിൽ തന്നെ പോയിട്ട് എടുക്കണം. മാണിക വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോ. അങ്ങനെയുള്ളടത്ത് പോയിട്ട് എടുക്കുക. ആദ്യം ഭർത്താൻ അങ്ങനെയുള്ളടത്ത് പോയിട്ട് എടുക്കുക. അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേര് അച്ഛന്റെ പേര് അമ്മന്റെ പേര് എല്ലാവരും പേര് ഞാൻ തരാം. ഞാൻ പറഞ്ഞു ഞാൻ റോട്ട് വന്ന് മറ്റേ പണിക്ക് വെച്ചിട്ട് തെറ്റാൻ സമ്മതിക്കുന്നത്. റോട്ട് വന്ന് മറ്റേ പരിപാടിക്ക് നിങ്ങള് എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? കൊയിലൂര് എടാ. പോയി കൊറേ സ്ഥലമില്ലേ പോയി ഇതെന്താ തോന്നിയാ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒറ്റ പരിപാടി ലോഡ്ജിന്ന് പറഞ്ഞ തെറ്റ് സമയത്ത് ഞാൻ ഒരു തെറ്റു ലോഡ്ജ് പറഞ്ഞ ഒരു തെറ്റു. എന്നാ ഞാൻ എന്റെ പേര് പറയുന്നില്ല. ആ എന്നിട്ട് ഇനി പോകുന്നതാണല്ലേ പേര് പറയണെങ്കിൽ ആരെങ്കിലും വിളിക്കും. ഇനി അത് ഇനി ഇവനെ കുട്ടിയോ പോസ്റ്റ് ചെയ്യേണ്ടതാ ഇവലേക്ക് എന്തോ ഏതോ നാട്ടിനടുത്ത് പോസ്റ്റ് ചെയ്താ പോരെ. നിങ്ങൾ ഇവിടെ കടന്നിട്ട് പോസ്റ്റ് ചെയ്യണ അത് നിങ്ങൾ അല്ല പോയി ഒരുപാട് പറമ്പല്ലേ കുന്നല്ലേ പിടിക്കുവോ എന്തെങ്കിലും ആയിക്കോ. ഇങ്ങനത്തെ വീഡിയോ അല്ല മറ്റേ പണിക്കുന്ന പിന്നെ എന്നാ പിന്നെ നാട്ടിൽ അല്ല അന്നേരം ഇനി മറ്റേ പരിപാടിക്ക് വന്നാല് ഇതാ പറയാ ഇത് നമ്മൾ ഇതാക്കുന്ന വീഡിയോ എടുക്കുന്ന പറയാ. എന്നാ പിന്നെ നാട്ടിൽ മൊത്തം പറ്റി ഇതിന് വന്നിട്ട് പറഞ്ഞാ പോരെ വീഡിയോ മറ്റേതാക്കി പറഞ്ഞാ പോരെ. അതാന്ന് പറഞ്ഞാ പോരെ. ഇങ്ങനത്തെ ഓരോന്ന് വരുന്നത് ഇങ്ങനത്തെ പരിപാടി റൂം പോയിട്ടാക്കുന്നല്ലാണ്ട് ആ നമ്മളെ അല്ല കെട്ടിപ്പിടി നമ്മളുടെ റൂമല്ലേ പൈസ കൊടുത്ത് റൂം എടുക്കാന്നല്ലാണ്ട് ഇനി നാട്ടിലോട്ട് വന്നാ എടുക്കൂ. ഹലോ അപ്പൊ ഇവരുടെ തെറ്റിന് തിരിഞ്ഞില്ലേ? നമ്മളെ അടുത്ത് എന്നാ തെറ്റി? നമ്മള് കണ്ടോണ്ട് മാത്രം വന്നത് നമ്മള് മേടിക്കും. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതല്ല പ്രശ്നം. ഒന്നുമില്ല നമ്മളൊന്നും പറയില്ല. നമ്മൾ ആദ്യം വീഡിയോ എറിഞ്ഞു പൊളിക്കുന്ന കാണണം. ആ സൗകര്യം തൊട്ടിട്ടില്ല ഞാൻ തൊട്ടിട്ടൊന്നും ഇല്ലാലോ.
ഒട്ടനെ ഇനി കൊണ്ടുപോയി കാണാ ഫോൺ വിളിക്കുന്ന റോങ് പറയാൻ ചെയ്തിട്ട് പിന്നെ റോങ് ഞാനല്ല നിങ്ങളെ പറഞ്ഞ പറയാം. അതൊന്നും നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്ത ഇവര് ഓരോട് പറയാൻ പറ്റും. എന്നിട്ട് ഇതാക്കുന്നതാണല്ലോ നിങ്ങൾ പോകുന്നതാണല്ലോ നിങ്ങളത് തീരുമാനാക്കിയിട്ട് പോയാൽ സമയം ഓഫീസിലാ പരിപാടി വലി സമയല്ല ഓഫീസിലാ പരിപാടിയാ സമയല്ല ഫുൾ ഓഫീസിലാ പരിപാടി ഫുള്ള് മുഹൂർത്തം കല്യാണം മുഹൂർത്തല്ല ഒന്നുണ്ടാർക്കോ ഇടക്കല്ല മുഹൂർത്ത ഓഫീസിലാ പരിപാടിയാ അപ്പൊ കക്കോട്ട് പോയി അങ്ങനെ എന്താ പറഞ്ഞേ കക്കോട്ട് പോയില്ലേട്ടാ എടുക്കുന്നില്ല വീഡിയോ നല്ലോണം എടുത്തോ നല്ലോണം എടുത്തോ കേട്ടില്ല കാണുന്നില്ല നിങ്ങള് പ്രത്യേകിച്ച് കാണിച്ചു നല്ലോണം കാണിക്കണം പോട്ടറിൽ തന്നെ എടുക്കാം പോസിൽ ഇതെല്ലാം കഴിച്ചു നല്ല ക്യാമറ ഭാവിയുണ്ട് വൈകുന്നേരം ആകുമ്പോൾ കാണാം. ഓ ആയിക്കോട്ടെ ഇപ്പൊ വൈകുന്നേരം ഇപ്പം തന്നെ ഇട്ടോ ഒരു പ്രശ്നമില്ല നിങ്ങളെന്നെ മേത്തി തരുന്ന ആവശ്യം മേത്തൊന്നും കേരള ആവശ്യമില്ല. മര്യാദക്ക് പറയാൻ പറ്റിയ പറഞ്ഞായി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ടാണ് അല്ല എന്റെ നാട്ടിൽ പോയിട്ട് ആയിക്കോളൂ കേട്ടിനാ ഇവിടെ വന്നിട്ട് നമ്മളോട് റോ ആക്കുന്നത് കേട്ടാ നമ്മള് പോകാന്നല്ലേ പിന്നെ റോങ് പറഞ്ഞിട്ട് പിന്നെ മറ്റേ കളി അഞ്ഞൂറ് പോകുന്നതാണോ ആ പോവും ആ ഞാൻ റോട്ട് മുന്നിൽ നിന്നിട്ട് മറ്റേ പരിപാടിക്ക് ഇവിടെ മറ്റേത് റോട്ട് മുന്നിൽ മറ്റേ പരിപാടിയാ ആരുടെ മൊത്തം ആൾക്കാരും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നിട്ട് മറ്റേ പരിപാടിക്ക് വേണ്ടിട്ട് മൊത്തം ആൾക്കാരാണ് റൂമാൻ എടുക്കാന്നല്ലാണ്ട് അത് സമയം വെച്ചിട്ട് ഇതെന്താ നിങ്ങളെ നാട്ടിൽ പറ്റുമായിരിക്കും ഇവിടെ ഇവിടെ പറ്റൂല അതിനടക്കായിട്ട് ഒരുമട്ട് ഇറങ്ങിട്ട് വരുത്തിയോ പറഞ്ഞിട്ട് പുറക്കാർക്കും പ്രശ്നമില്ല ഏട്ടനുണ്ടല്ലോ ഏട്ടനും പ്രശ്നമില്ല എന്താ പ്രശ്നമില്ലല്ലോ സമ്മതിച്ചു സമ്മതിച്ചോ സമ്മതിച്ചു ഇവിടുന്ന് ആ എടുക്കുന്നില്ല പോന്നാ ഓക്കെ ഇന്റെ സ്ഥലം പറ ആ അതിന്റെ സ്ഥലം എവിടെയാണ് പുറക്കാർക്ക് പ്രശ്നമില്ല പിന്നെ നിനക്ക് സ്ഥലം പറഞ്ഞു പ്രശ്നം ആരോടും ഇങ്ങോട്ട് വരാൻ പറയാം എന്നിട്ട് കൂട്ടിയിട്ട് പോട്ടെ ഓരോട് വന്നിട്ട് കൂട്ടിയിട്ട് പോടുന്നു നീ വിളിച്ചു വീട്ടുകാർക്ക് കൂട്ടിയിട്ട് പോകാൻ പറ ഇങ്ങനെ കൂട്ടിയിട്ട് പോട്ടെ നമ്മൾ കാര്യം പറയാം നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിടിച്ചതാ അതുകൊണ്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അല്ലേ ഞമ്മക്കും പറയാലോ ഇനി എന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഓർ വന്നിട്ട് കൂട്ടിയിട്ട് പോട്ടെ ഇവർ പോകുന്ന കാര്യം നമ്മൾ തീരുമാനം എടുത്തോളൂ ഇനി പോകുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് കൂട്ടിയിട്ട് ഓർ നമ്മള് പോട്ടെ നിങ്ങളിപ്പം പോട്ടെ ഇവർ തീരുമാനമായിട്ട് ഇങ്ങോട്ട് പറയാം നമ്മള് പോട്ടെ ഇവര് നിങ്ങള് വീട്ടിൽ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ അന്ന് ഇവർ പോട്ടെ അല്ലേ നിങ്ങൾ പോയി ഞങ്ങൾക്ക് ഓറെ വിളിച്ചിട്ട് തരാം നിങ്ങളെ വീട്ടിലേറെ വിളിച്ചിട്ട് തരാം ഇവരുണ്ടല്ലോ അല്ല അങ്ങനെ നിങ്ങളിവിടെ ഉണ്ടാവില്ലേ നമ്മൾ രണ്ടാളും പോയിട്ട് വരുന്നു ഈ പരിപാടി തമാശ പറയുന്നല്ലേ പോയിട്ട് പരിപാടി ഇവിടെ നടക്കും ഇങ്ങോട്ട് വീട്ടിൽ വരാൻ പറയാം എന്നിട്ട് അവരോട് വന്നിട്ട് കൂട്ടിയിട്ട് കൊടുക്കുന്ന ഓരോ കൂട്ടിട്ടോ എങ്ങനെയാണ് പോയി കൊന്ന് കൂട്ടിട്ടോ കൂട്ടിയിട്ട് കൊടുന്ന ഓരോന്നിനും ഇറങ്ങിയിട്ട് അങ്ങനെ പേര് എന്നിട്ട് ടൈം ഒപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുളം തോണ്ടുന്ന വീഡിയോ ഇനി ഓനടുത്ത് പോയിട്ടുണ്ടല്ലോ ആ വീഡിയോ പുറത്തു വരും ഓനടുത്ത് പോയിട്ടുണ്ടല്ലോ പുറത്തു വരും ആ ഫോണോടെ വീഡിയോ പുറത്തു വരും ഓടും നിങ്ങൾ കൂടുന്നാല് നിങ്ങളുടെ പോകുന്നവരൊക്കെ പോലും ഇവിടെ വീട്ടിൽ നിന്ന് ആരാഴ്ച വന്നിട്ട് കൂട്ടിയിട്ട് പോട്ടെ ഞാനിരുന്നു വീട്ടിൽ കൊറേ നിന്ന് ക്ഷീണിച്ചല്ലേ അല്ല രണ്ടാൾ പോകുന്നുണ്ടോ പോടി അല്ല വീഡിയോ ഡീറ്റാക്കണ്ട അല്ല ഓന വീഡിയോ ഇടാണ്ട് വിട്ടുവിടാം വീഡിയോ ഇടാണ്ട് വിട്ടുവിടാം
അല്ല ഇവിടെ വീട്ടിൽ ആരാമിച്ചോ വരട്ടെ, ഇവിടെ വീട്ടിൽ ആരാമിച്ചോ വരട്ടെ, എന്നിട്ട് മതി. ഇവിടെ വീട്ടിൽ ആള് വരട്ടെ. നീ കണ്ടവന്റെ അമ്മേനെ കൂട്ടിട്ട് പോയി. അമ്മയല്ല, എന്റെ അച്ഛനും അമ്മയും വരണം. അച്ഛൻ പണിക്ക് പോയി മോനെ. ഏട്ടനുണ്ടല്ലോ, ഏട്ടനെ കൂട്ടിട്ടെ. ഞാൻ അതുവരെ ഇവിടെ നിൽക്കുവേനാ. പിന്നെന്താ ഇടുന്നു അമ്മ ഇവിടെ വന്നിട്ട് കെട്ടിപ്പിടിക്കാനാവൂലേ? അപ്പൊ പിന്നെ കുറച്ചേരം പ്രശ്നമില്ല. മാന്യമായിട്ട് സംസാരിക്കണം. മാന്യത സംസാരിക്കുന്ന സൗകര്യമില്ല. വേറൊന്നും പറഞ്ഞില്ലല്ലോ, റോഡ് മാന്യമായ കാര്യം വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചിരിച്ചോണ്ട് ആക്കിക്കൊണ്ട് പറഞ്ഞു. നമ്മള് പറഞ്ഞില്ല അതിനെന്താ പ്രശ്നം? ചിരിച്ചൂടാ പ്രശ്നമില്ല. കരയണ ഇവിടുന്ന് കരയണ ഇവക്കൂടും ചെയ്യാം. നമ്മള് പറഞ്ഞാലോ കുറ്റോ, ഇവർക്ക് എന്ത് ചെയ്യാം നമ്മളെ പറഞ്ഞാലോ കുറ്റോ. എന്താ എന്താ നീ പോയിട്ട് ആലോചിച്ച് വേറെ ആലോചിച്ച കൂട്ടി അല്ല ഇനി കൂട്ടിട്ട് വാ, വിളിച്ചിട്ട് വരാൻ പറ. വീടിയാ നീ ഫോണിട്ട് വെച്ചിട്ട് ഇഞ്ഞു കൂടി ഇവിടെ വേണ്ടല്ലേ. ഫോണിട്ട് വെച്ചിട്ട് കൂടി. നമ്മളെന്നാളെ വീഡിയോ ഓഫ് ആക്കൊന്നുമില്ല. നമ്മളെ അല്ല ഫോണിട്ട് വെച്ചിട്ട് ഇഞ്ഞു പോട്. ഫോണോളായി കൊടുത്തിട്ട് പോട്. ഫോണോളായി കൊടുത്തിട്ട് പോട്. ഫോണോളായി കൊടുത്തിട്ട് പോടാം. ഫോണോളായി കൊടുത്തിട്ട് പോടുന്ന് പറയാമോ? എന്നോട് പറഞ്ഞു കേട്ടാ, കുറെ കൊടുത്തിട്ട് പോടുന്ന് പറഞ്ഞ ആക്കാന്നുള്ള ഇതേപോലത്തെ ഈടുന്ന ഇറങ്ങി വരുന്നത്. ആണേ പേർക്ക് നമുക്ക് കീച്ചോട്ടിയാന്ന് തോന്നുന്നു. പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്താ പ്രശ്നം? നമ്മളിത് കണ്ടുകൊണ്ട് വേണ്ട, നമ്മളെ ഏരിയയിൽ നിന്ന് ഇത് കണ്ടുകൊണ്ട് മാത്രം. എവിടെ പോയിട്ടോ എന്തെങ്കിലും ആയിക്കോ, റൂം എടുക്കോ, എന്തെങ്കിലും ആയിക്കോ. നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ വന്ന കാര്യം ആണേ വേറെ നിങ്ങളുണ്ടോ? എമ്മാറ്റുണ്ടോ കയ്യിൽ? കഞ്ചാവ് നോക്കിയാ കല്ലുണ്ട്. ഇത് തെമ്മില് തെമ്മുണ്ട്. നല്ല സംഭവം ബോക്സ് ഇല്ല കരിഞ്ഞ് കിടക്കുന്നു. ഹാപ്പി 100K ഫോളോവേഴ്സ്. ഹാപ്പി 100K. ശരിക്കും നാട്ടുകാർ കൊടുക്കുന്നേ. 100K കട്ടി 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 ഞങ്ങള് പഠിക്കും നമ്മളാ ഇങ്ങനെ കാര്യം കരല്ല കരല്ല എന്റെ അടിയും പ്രതീക്ഷിച്ചു നിന്നാ ഞാൻ കൊണ്ടിപ്പടി നോക്കി നോക്കി മതി മതി മുറിച്ച മുറിച്ച കരയല്ല കരയിടോടൂ ഇതാ കരല്ലേ നേരം പറഞ്ഞിട്ട് നമ്മള് ഫോണിയല്ല ക്യാമറ ഇവിടെ ഭയങ്കര ഇനി ബോൾഡായിട്ട് ഇങ്ങനെ കരയാവാ. ഓടല്ലടാ ഇങ്ങോട്ടാ മുറിച്ചിട്ടോ മുറിച്ചിട്ടോ ഇത് മുറി മുറി എടാ ഒന്ന് എടുക്കടാ. കരച്ചില്ല. എടാ ഒന്ന് ഇങ്ങോട്ട് നോക്ക്, ഒന്ന് വൃത്തി കെട്ടിക്കോട്ടെ. എടാ വൃത്തിക്കൊന്ന് കിട്ടി. ഇനി ഒന്ന് മുറിക്കുന്ന ഇതൊന്ന് മുറിക്ക് മുറിക്ക് ഇവര് ഭയങ്കര ആർട്ടിസ്റ്റ് അല്ല ആർട്ടിസ്റ്റ് അടുത്ത വീഡിയോനെ വിളിക്കണം. മുറിക്ക്. എടാ ഒന്ന് എടുത്തേ. എടാ വെച്ചോ അവിടെ വെച്ചോ ബാബാ ബാബാ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ എന്നെ ഇത് കണ്ടിട്ടില്ല. ലിബർട്ടി കണ്ട ഓർമ്മയില്ല. നിങ്ങളവിടെ ഇരുന്നേരം ഓനറിഞ്ഞിട്ടല്ലോ സംഭവം. ഓനറിയാം കരച്ചാല് ഒന്നിങ്ങോട്ട് നോക്കിയേ, ഒന്നിങ്ങോട്ട് നോക്കിയേ. ശരിക്കൊന്ന് കിട്ടിക്കോട്ടെ എനിക്ക് തമ്മിൽ വെക്കാൻ. അപ്പൊ അമ്മേനെ വായിച്ചിട്ട് വന്നു കെട്ടി 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 എടുത്തോ. കട്ടി കെട്ടി കട്ടി കട്ടി ഇങ്ങോട്ടോ പഠിപ്പിച്ചു
ഹാപ്പി 100K. കയ്യെല്ലാം മറക്കും നോക്കിയാ ശരിക്കും ഞങ്ങൾ സക്സസ് ആയില്ലേ? ഫസ്റ്റ് താങ്ക്യങ്ങള്. സെക്കൻഡ് എനിക്ക് അബി ഒന്ന് സെക്കൻഡ് നിങ്ങളാണ് ആർട്ടിസ്റ്റ്. തേർഡ് ഹാപ്പി അല്ലേ? എന്താ പറയാനല്ലേ? എന്താ പറയാനില്ല, പറഞ്ഞു കൊടുക്ക്. കഷ്ടപ്പെട്ട് മൈക്കെല്ലാം സെറ്റ് ആക്കി സംശയം കൊണ്ട് മൈക്ക് വിശ്വസിച്ചില്ല. ഞാനത് മല്ല് പറഞ്ഞത്. നമുക്ക് അതേ ഇന്നലെ ഡൗട്ട്. ഇനി കൈ ഞാൻ ഇവള് കൈവക്കും ചേട്ടി കാത്തുന്നാടാ. ഇവളെ കാത്തുന്നിട്ട് നോക്കുമ്പോ അത് വന്നിട്ടില്ല. അടി പ്രതീക്ഷിച്ചിട്ട് നിന്നിട്ട് നോക്കുമ്പോ അടി തൊട്ടിട്ടുണ്ട് ഞാൻ അടിക്കുവേ. ഒരു ഈന് പ്രതീക്ഷ എന്നിട്ട് നോക്കുമ്പോ കിട്ടിയിട്ടില്ല. തീർന്ന് ഇന്നലെ രാത്രി മുതൽ ഈ പ്ലാൻ ചെയ്ത് സെറ്റാക്കി സാധന വെറുതെ കൊടുത്തു. നമ്മൾ വന്നാട് വന്നാട് അങ്ങോട്ട് വന്നേ. അതാ ഞാൻ ഇവനോട് പറഞ്ഞു. ഓലിപ്പ അങ്ങോട്ടേക്ക് പോയിനി. നമ്മളെ കണ്ടോണ്ട് എന്നെ ഇവിടെ വന്നിരുന്നു, ഇങ്ങോട്ടേക്ക് വന്നിരുന്ന്. കഷ്ടപ്പെട്ട് ഞാൻ വേറെ ഷൂട്ടിലെടുത്ത് തിരക്കിട്ട് ഓടി വന്നു പറഞ്ഞിട്ട് 3 മണിന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെറുതായിട്ട് വീട്ടിലും ചെയ്യുന്നുണ്ടേനു. ഇതാണ് ആക്ടർ കേട്ടാ. ഞാൻ ഒരു സമയം ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാല്. കൊണ്ടെന്ന് വിചാരിച്ചേ. അടിപൊളി ആക്ടിങ് കേട്ടാ. സീന് കട്ടക്ക് നിന്നോണ്ടേ അല്ലെ കുറച്ചുകൂടി എന്നാ പിന്നെ ഓള് കേറി വരുവാ. എന്നാ പിന്നെ ഒന്ന് കഴിച്ചോ? കൊടുത്തിരാ ഓരോ ഇത്ര നേരം കണ്ടല്ലേ. ആ ചെല്ലണേ ഓരോട് ചോദിച്ചോക്കല്ലേ നമുക്ക് എങ്ങനെയുണ്ട്. ഒന്ന് ചെല്ലോ ഒന്ന് കൊടുത്തല്ലോ. ഞാൻ വരുന്നില്ല വിട്ടോ. ബാബു എടാ ഒരു പീസിന് കൊടുത്താ. ആ പിന്നെ എല്ലാം കഴിക്കും. അങ്ങനെ ഒന്നുമില്ല. ബാബു കഴിക്കുന്നോ? പുറത്തുള്ള ആളെടുത്ത് കഴിക്കാൻ അറിയില്ല. അവിടെ വെച്ചോ റോഡിൽ വെച്ചോ അവിടെ തിന്നോ പ്രശ്നമൊന്നുമില്ല. തിന്നോ. ആ സന്തോഷമായി സന്തോഷമായി. കഴിക്കാനൊന്നുമില്ല. അതെന്താ ചെയ്യാൻ പറ്റും. അബി നിങ്ങളെ മൂന്നാളെ ഞാൻ സമ്മതിച്ചേട്ടാ. എനിക്ക് സിനിമയിൽ എനിക്ക് വന്ന മോഹൻലാലിന്റെ ഒപ്പം പിടിച്ചേക്കാം. കാരണം ഞാൻ ശരിക്കും വിചാരിച്ചില്ല. ഞാൻ ഇവനോട് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് വാളി പോകും. അപ്പൊ ഇവനോട് പറഞ്ഞു ബാക്കപ്പ് പിടിച്ചോന്ന് പറഞ്ഞു ഇപ്പിച്ചതാ. എന്നെയാ നോക്കുന്നത്. അവിടെ ഞാൻ വേറെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയതാ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു പ്രൊമോഷൻ മറ്റേ ഷൂട്ട് ഉണ്ട്. ആടെ നിന്ന് എനിക്ക് 3 മണിക്ക് പോകണം എന്നോട് തിരക്കിട്ട് ഓടി വന്നതാ. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. എടാ ഒന്നും വിചാരിക്കറേ അറിഞ്ഞൂടെ. ഇവള് കൊളുത്തി വലിക്കുന്നില്ല. അതിനാ കാത്ത്. ഇവള് കൊളുത്തി വലിക്കുന്ന ഇവള് കൊന്നിട്ട് കൊളുത്തി വലിക്കുന്നില്ല. അതിനാ കാത്ത് നിന്നിട്ട് അവള് കൊന്നിട്ട് വരുന്നില്ല. നീ എനക്ക് തിരിഞ്ഞിട്ട് ഓൻ അങ്ങനെയാണല്ലോ. എന്നാലും പറയാനോ ഷൂട്ട് എങ്ങനെയാ ഒരു പീസ് കഴിച്ചോ? കഴിക്ക്. സിനിമ അതാ ഓണ സിനിമയല്ല. അതാ ഓണ സിനിമയല്ല. അല്ല ഓണ സിനിമയല്ല. സിനിമ ഇപ്പോഴത്തെ ഷൂട്ട് ചെയ്ത അല്ല കണ്ണ സിനിമ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത ചെറിയ ഷൂട്ടിന് വേണ്ടിട്ട് ഇവിടെ വന്നിയാ. ഇവിടുന്ന് പാട്ടെല്ലാം പാടിയിട്ടേ. അല്ല അയാൾ നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞേ. നിങ്ങളോട് ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കും. അല്ല അവിടെ ഇരിക്കാൻ പറഞ്ഞേ. ആ പുള്ളി നിന്ന് ഒരു കൈ കഴിക്കും. നല്ലോണം കഴിക്കും. ഇപ്പൊ ഹാപ്പി അല്ലേ? എന്താ പറയാനല്ലേ എന്നെ കുറിച്ചിട്ട്? എന്നെ കുറിച്ചാണ് പറയാനല്ലേ? എന്നെ കുറിച്ച് എന്താ പറയാനല്ലേ? പറ. എന്നെ കുറിച്ചിട്ട് മാത്രം എന്താ പറയാനല്ലേ? എന്നാ പറയാനല്ലേ? പറഞ്ഞോ. നിങ്ങളാള് ഭയങ്കര സ്ട്രോങ് ആട്ടാ. എന്താ പറ. ഒറിജിനൽ പോരാളി.
മോനെ കമ്പനി എടാ ഞാനില്ല ഇവനോട് പറഞ്ഞു ഓനോട് ഞാൻ പറഞ്ഞു അവനുണ്ട് ഓനോട് ഞാൻ പറഞ്ഞാ എനിക്ക് പിടിച്ചേക്കാൻ പറ്റൂല കഴിഞ്ഞതിന് പാളി പോയി കഴിഞ്ഞ മറ്റേ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ട് പാളി പോയി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പിടിച്ചേക്കാൻ ചിലപ്പോ പറ്റൂ ഇവൻ നല്ലതാണ് എനിക്കറിയാം അപ്പൊ ഇത് സംഗതി പാളി പോകും അതുകൊണ്ട് ഇവന്റെ മുഖത്ത് ഞാൻ നോക്കാണ്ട് മാക്സിമം കളിച്ച് തന്നെ നോക്കി ഇവന്റെ മുഖത്ത് പോയാൽ പാളി പോകൂലേ ഞാനും നോക്കിയില്ല എന്റെ മുഖത്ത് എനിക്ക് ചിരി വരും. അതെല്ലാം നോക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു ഞാൻ ഓനോട് പറഞ്ഞു ക്യാമറ നോക്കിട്ട് പിടിച്ചാ ബാക്കിൽ നിന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു കാരണം എന്റെ കയ്യിൽ എന്തായാലും പാടും മാക്സിമം സപ്പോർട്ട് ചെയ്ത് പിടിച്ചോ പിന്നെ അപ്പുറം മരിച്ചുകൂടാ കണ്ടിന്യൂ 3 ദിവസം മുന്നേ എന്നെ കാണാൻ അല്ല ഞാൻ എനിക്ക് ഓർമ്മ അന്ന് ഇവളെ മുന്നിലല്ലേ എനിക്ക് ഞാൻ കയ്യന്നേ അന്ന് നിന്റെ മുന്നിൽ ലിബർട്ടി നീ ഇപ്പൊ ഇരുന്ന് സിനിമ കാണാൻ പോയിട്ടില്ലേനോ ലിബർട്ടിയില്? ആ നമ്മളെല്ലാരും ഇരുന്നേരോ ഞാൻ വന്ന് ഷെയ്ക്കാണ്ട് വന്ന് ഓർമ്മയുണ്ട് മേലെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നാ ഭാഗ്യ ഇത് വരുമ്പോ ഞാൻ പറഞ്ഞു ഇവനോട് ഓളെന്നെ കണ്ടിനി അത് പാളിപ്പോ അത് നന്നായി അതാ ഇവനോട് പറഞ്ഞു അത് പാളിപ്പോ അങ്ങനെ എന്തായാലും സെറ്റായില്ല ഇനി വിചാരിച്ചല്ലേ ആയില്ലേ അടിപൊളി. സമ്മതിച്ചു ഇവ ചിരിക്കാണ്ട് പിടിച്ചത് സമ്മതിച്ചു ഞാൻ. അപ്പൊ മൈൻഡപ്പിയല്ലേ Yes. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒന്നും പറയില്ലല്ലോ ഒന്നും എനിക്ക് പറയില്ല സന്തോഷായിനാ പിന്നെ ലാസ്റ്റ് കൈ വരാൻ തൂണും പിടിച്ചിരിക്കുന്ന ഞാൻ ചിപ്പ ഇങ്ങോട്ട് വരും. ഞാനും അത് വിചാരിച്ചു പീടിയെന്ന് ആൾക്കാരെല്ലാം വന്ന് ഞാൻ നിങ്ങളിങ്ങനെ പറഞ്ഞല്ലേ ഒന്നും പറയാണ്ട് അല്ലാണ്ട് പിന്നെ ഓർലം എല്ലാരോടും പറഞ്ഞ് സെറ്റാക്കിയതല്ലേ അല്ലാണ്ട് പണി കിട്ടൂലേ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ വലിയ ആയിപ്പോവില്ല അപ്പൊ ഓക്കെ ബൈ 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 Ta-da.